ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ കസിൻ ചേച്ചിയും കൂടെ ജനനായകൻ മൂവി കാണാൻ പോയപ്പോഴുള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ തലോൽപ്പറമ്പ് തിയേറ്ററിലാണ് വന്നേക്കുന്നത്. മൈ സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിലാട്ടോ. പണ്ട് വേറെ പേരിലായിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിലായിട്ട് ഈ ഒരു തിയേറ്ററിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ അടുത്ത്, വീടിൻ്റെ അടുത്ത് നമുക്ക് തിയേറ്റർ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെയാണ് പോകുന്നത്. അപ്പോൾ ജനനായകൻ അവിടെ ഞങ്ങൾ പോയ ടൈമിലുണ്ടായിരുന്നില്ല, ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു തിയേറ്ററിൽ വന്നത്. വരുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ 11 മണിക്കായിരുന്നു ഷോ. നമ്മളൊരു 10 മണി 10:15 എത്തി. ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിജയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. വിജയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ കുറേ ഫാൻസുകാരുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഫാൻസുകാരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പുറത്തൊക്കെയാണെങ്കിലും സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. വിജയിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ് വിജയ്. അതിന് വിജയുടെ ലാസ്റ്റ് ഫിലിമാണ് ജനനായകൻ. വിജയുടെ സിനിമ ആസ് എ വിജയ് ഫാൻ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് പിന്നെ എനിക്ക് ഈ ഒരു ടിക്കറ്റ് കണ്ടപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയല്ല നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറുന്നത്. പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് ക്യൂ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇട ദിവസമാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടിക്കറ്റ് എന്തായാലും കിട്ടുമെന്നറിയാം. അതുകൊണ്ട് പോയി നമ്മൾ ആ സമയപ്പോൾ പോയി ടിക്കറ്റ് കണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മളാട്ടം എൻട്രി ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 11 മണിയായപ്പോഴേക്കും നമ്മളെ പടം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക വിജയ് പടം പോലെ തന്നെയാണ്. അതായത് ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്, കൈയടിക്കേണ്ട ഒരുപാട് സീൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് നല്ല നല്ല മൂമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് വില്ലൻ്റെ എൻട്രി ആയിക്കോട്ടെ, വില്ലനായിട്ടുള്ള ഫൈറ്റിംഗ് ആയിക്കോട്ടെ, ഒരുപാട് അടിപൊളി സോങ്സ് ഉണ്ട്. ഒരു പക്ക വിജയ് പടമാണ്. പിന്നെ ഇതൊരു 18+ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊന്നും അലൗഡ് അല്ല. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ കുട്ടികളെ മാത്രം കാണിക്കാത്ത പടം, എന്തായാലും സർട്ടിഫിക്കറ്റ് ഇവിടെ എന്താ കൊടുത്തിരിക്കണേന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ കുറച്ച് വയലൻസ്, അതായത് നമ്മൾ ഫൈറ്റിംഗ് സീൻസിലൊക്കെ ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും അധികം വയലൻസ് ഉള്ള ഫിലിംസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വിജയുടെ പടത്തിന് ഇത്ര ഇത് കൊടുക്കണേന്ന് എനിക്കറിയില്ല. പിന്നെ വിജയനെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴേക്കും ഭയങ്കര ഒരു ഗൂസ് ബോംബ് ആയിട്ടുള്ള, നമുക്ക് ഇപ്പോൾ വിജയുടെ ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, ഡയൽസ് ഒക്കെ ആയിക്കോട്ടെ, നമുക്കിങ്ങനെ ഞാൻ വിജയ് ഫാനാണ്. അതുകൊണ്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. പക്ഷേ അതിലുപരി ഒരുപാട് സങ്കടമുണ്ട്. ഇനി ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഒരു ബിഗ് സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പല മൂവീസിൻ്റെയൊക്കെ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരും കേട്ടോ. അതൊന്നും കാണാൻ വേണ്ടി ആൾക്കാർ കുറച്ച് പേരൊന്നും ഇരുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് പോയത്. നമുക്ക് ഈ സീൻസൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലിമും നമ്മൾ ചെറിയ പ്രായം തൊട്ടേ ഇവരെയൊക്കെ കണ്ട് നമ്മൾ വളർന്നേക്കണോണ്ട് നമുക്ക് തമിഴ് സിനിമ എന്നൊക്കെ പറയുമ്പോഴേക്കും വിജയുടെയൊക്കെ ഓർമ്മകളാണല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഒരുപാട് സങ്കടം. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ